മേഘങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോലയേന്തീട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാത്തിയിരുന്നു. ചെറുമേടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. കർത്താവേ, വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയനും നിൻ മുന്നിൽ കാണേണമേ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു.
സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം.
മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനയിലെ സഭയുടെ വേർപാട് ദുഃഖിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ട സജി വളരെ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്ക് പരിചിതനാണ്. തിരുവല്ലയിലെ സെന്റ് ജോൺസ് കോളേജിൽ പ്രിയപ്പെട്ട സജി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ അധ്യാപകനായിരുന്നു. എന്റെ സബ്ജക്ട് വേറെ ആയതുകൊണ്ട് സജിയെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അന്ന് മുതൽ തന്നെ ഒരു അധ്യാപക ഗുരു ശിഷ്യ ബന്ധം അന്ന് മുതൽ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു. എപ്പോൾ കണ്ടാലും വളരെ സ്നേഹത്തോടെ എന്റെ അടുക്കൽ വരികയും സംസാരിക്കുകയും നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പല സന്ദർഭങ്ങളിലും പല വേദിയിൽ വെച്ച് കാണുവാനും പല വിവാഹ ചടങ്ങുകളിലും ഇതുപോലെയുള്ള മരണഭവനങ്ങളിലൊക്കെ ഒന്നിച്ച് കാണുവാനായിട്ടൊക്കെ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ സ്നേഹബന്ധങ്ങൾ പുതുക്കുന്നതിനും വളരെ ബഹുമാന പുരസ്സരം ഇടപെടുന്നതിനുമൊക്കെ കാണിച്ചിട്ടുള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമയായിട്ടുള്ള പ്രിയപ്പെട്ട സജി കർത്തൃസന്നിധിയിലേക്ക് തന്റെ 54ാമത്തെ വയസ്സിൽ കടന്നുപോയി. പ്രിയപ്പെട്ടവളോട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാരെ വേർപാടിനെ കുറിച്ച് പറയുമ്പോൾ യൗവനത്തിലെ വേർപാട് കഠിനതരമാണ്
അത് ഭയങ്കരമാണ്, ദുഃഖകരമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. യൗവനമതി കഠിനമെന്ന് പ്രത്യേകം പറയുന്നു. ഏതാണ്ട് ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ്, പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുമ്പോൾ ഈ അവസരത്തിൽ ദുഃഖിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കർത്താവിന്റെ മുഖത്ത് നോക്കുക, അവന്റെ കരങ്ങളിൽ പിടിക്കുക, അവിടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കുക എന്നുള്ളതല്ലാതെ ഒരു പരിധിവരെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദൈവവചനത്തിൽ ഇങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിച്ചു വിടുകയാണ്. ദൈവവചനത്തിൽ പ്രത്യാശ വെക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ടൊക്കെ, ഓരോ ദിവസങ്ങളിലായിട്ടൊക്കെ നാം എല്ലാവരും ഇവിടെ നിന്ന് കടന്നു പോകേണ്ടവരാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. ഈ ലോകം നമുക്ക് അന്യമാണ്, ഈ ലോകം നമുക്ക് പരദേശമാണ്. കർത്തൃസന്നിധിയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവൻ കർത്താവ് അവസരം ഒരുക്കി. ഈ പ്രിയപ്പെട്ടവന്റെ നാളത്തെ ഈ ശുശ്രൂഷയിലെ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ നാം പങ്കെടുക്കുമ്പോൾ ഈ മൃതശരീരം ശവക്കല്ലറയിലേക്ക് വെക്കുന്നതിന് മുൻപായിട്ട് പുരോഹിതന്മാരെ പാടുന്ന ഒരു ഭാഗം നമുക്കറിയാം. ഈ പ്രിയപ്പെട്ടവൻ നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ദൂത എന്താണ്? എന്റെ ചുറ്റിനും കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നമ്മോട് പറയുന്ന വാക്കിതാണ്, നിങ്ങൾ ശുഭമോട് പോയിടുവി, വാതിൽ അടച്ചിടുവി. ഈ കല്ലറയിൽ എന്നെ നിങ്ങൾ ആക്കിയിട്ട് ഇതിന്റെ വാതിൽ അടച്ചിട്ട് നിങ്ങൾ ശുഭമായി പോകൂ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിരാശപ്പെടാതെ, നിങ്ങൾ വളരെയധികം ദുഃഖിക്കാതെ, നിങ്ങൾ ഭാരപ്പെടാതെ, നിങ്ങൾ സമാധാനത്തോടെ ഇപ്പോൾ മടങ്ങി പോകൂ. കർത്താവ് വരും, ഈ വാതിൽ തുറന്നു തരും. ഇതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരവസരത്തില് നമ്മുടെ കർത്താവ് രണ്ടാമത് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവൻ നമ്മളെ കൂട്ടിച്ചേർക്കുവാനായി കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വാഗ്ദത്തം ഈ പ്രിയപ്പെട്ടവരിൽ നിറവേറും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഈ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്റെ അറിവിൽ പള്ളി ആരാധനയിലെ പരിശുദ്ധ സഭയോടുള്ള ബന്ധത്തിലെ പൗരോഹിത്യ ബന്ധത്തോടൊക്കെ ഇദ്ദേഹത്തിന് വളരെ താല്പര്യവും കർത്തൃ ശുശ്രൂഷയിൽ വളരെ താല്പര്യവും ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രിയ സജി ഇന്ന് നമ്മോട് താൽക്കാലികമായി വേർപെട്ട് യാത്രയാകുമ്പോൾ നമുക്ക് വളരെ പ്രത്യാശയോടെ യാത്രയപ്പാൻ നമുക്ക് കഴിയണം. അതേ, ശുഭമോട് പോയിടുവി, വാതിലടച്ചിടുവി, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. വാതിൽ തുറക്കുന്നതായ അവസരത്തില് പ്രിയപ്പെട്ടവരെ കർത്തൃസന്നിധിയിൽ ചേർത്ത് ഉള്ള പ്രത്യാശയില് നമുക്ക് സമാധാനത്തോടെ പ്രിയപ്പെട്ടവരെ യാത്ര അയക്കാം. നമ്മുടെ അനുദിനമുള്ള കർത്തൃ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ ചൊല്ലുന്നുണ്ടല്ലോ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ ഇവരെ പാർപ്പിക്കണമേ. ഇമ്പങ്ങളുടെ പ്രതീസായി ഇവിടെ കണ്ണുനീരും ദുഃഖവും പ്രയാസങ്ങളും രോഗങ്ങളും വേദനയും ഉള്ളപ്പോൾ ഇതൊന്നുമില്ലാതെ ഇമ്പങ്ങളുടെ പ്രതീസായി കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ഒന്നുമില്ലാത്ത സന്തോഷങ്ങളുടെ മടവറയിൽ പ്രിയപ്പെട്ടവൻ നമ്മുടെ പിതാക്കന്മാരോടൊപ്പം നമുക്ക് മുൻപേ കടന്നുപോയവരോടൊപ്പം വിശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്.
തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും. പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകൾ